നമസ്കാരം. ലൈംഗിക പീഡനം, കൊലപാതകം എന്നീ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാകുന്നവരെ ശിക്ഷിക്കാൻ മതിയായ നിയമമില്ലെന്ന് കാണിച്ച് കേന്ദ്രത്തെ ചൊറിയാനിറങ്ങിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ബി ദേശീയ വക്താവ് CR കേശവൻ. രാജ്യത്ത് കുറ്റവാളികളെ കർശനമായി ശിക്ഷിക്കാൻ ഭാരതീയ ന്യായ സംഹിതയിൽ ശക്തമായ വ്യവസ്ഥകളുണ്ടെന്നിരിക്കെ ഇത് കണ്ടില്ലെന്ന ഭാവം കാണിച്ച് മമത ആരെ കബളിപ്പിക്കാനാണ് നോക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ ഹീനമായ കുറ്റകൃത്യങ്ങളിൽ കർശനമായ കേന്ദ്ര നിയമനിർമ്മാണത്തിനും മാതൃകാപരമായ ശിക്ഷ വേണമെന്നാവശ്യപ്പെട്ടാണ് വെള്ളിയാഴ്ച മമത കേന്ദ്രത്തിന് കത്തെഴുതിയത്. എന്നാൽ ഈ ഹീനമായ കുറ്റകൃത്യങ്ങൾക്കുള്ള കർശനമായ നിയമനിർമ്മാണങ്ങളും മാതൃകാപരമായ ശിക്ഷയും സംബന്ധിച്ച ശിക്ഷകൾ ഭാരതീയ ന്യായ സംഹിതയിൽ നിലവിലുണ്ടെന്നും കേന്ദ്രമന്ത്രി മമതയുടെ കത്തിന് മറുപടിയായി പറഞ്ഞു. ബലാത്സംഗം, പോസ്കോ കേസുകൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിന് ബംഗാൾ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതി, പ്രത്യേക കോടതികൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തി. 2024 ജൂൺ 30 വരെ ബംഗാളിൽ FTC കോടതികളിൽ 48,600 ബലാത്സംഗ, പോസ്കോ കേസുകൾ കെട്ടിക്കിടക്കുകയാണെന്നും അന്നപൂർണ മമതയെ ഓർമ്മിപ്പിച്ചു. സ്ത്രീകളുടെ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സുരക്ഷയ്ക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേന്ദ്ര സർക്കാർ നൽകുന്ന ശക്തമായ നിയമശൃംഖല നടപ്പിലാക്കുന്നതിൽ അവരുടെ ഭരണം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. കർശനമായ കേന്ദ്ര നിയമനിർമ്മാണത്തിനുള്ള മമതയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി ഏറ്റവും സമഗ്രമായ കേന്ദ്ര നിയമനിർമ്മാണങ്ങളിലൊന്നാണ് BNS എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇക്കാര്യം പറഞ്ഞ് അവർ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? BNS ഏറ്റവും സമഗ്രമായ കേന്ദ്ര നിയമനിർമ്മാണങ്ങൾ ഒന്നാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് ഏറ്റവും ശക്തമായ ശിക്ഷ നൽകുന്ന ശക്തമായ വ്യവസ്ഥകൾ അതിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ മമതാ ബാനർജി കാലതാമസം വരുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വനിതാ ട്രെയിനി ഡോക്ടറെ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തിറങ്ങിയിരുന്നു.